ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ 3ാം ക്ലാസ് ഇന്നൽ ഫിഖ്ഹുൽ ഇസ്ലാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൻ്റെ മറ്റു ചോദ്യപേപ്പറുകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ ഈ ബുക്കിന് അഹ്കാമുൽ ഇസ്ലാം എന്നായിരുന്നു പേര്. അപ്പോൾ അഹ്കാമുൽ ഇസ്ലാം എന്ന് നൽകിയിട്ടുള്ള ചോദ്യപേപ്പറുകളൊക്കെ ഇത് തന്നെയാണ്. നിങ്ങളുടെ ബുക്ക് സെയിമാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ആ ചോദ്യപേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഞാൻ വിശദമായിട്ട് പാഠത്തുനിന്ന് മറ്റു ചോദ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ അതോടെ നമ്മൾ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് പറയാം. ചോദ്യം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നെന്താണ്? 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് നുബുവത്തിൻ്റെ എത്രാം വർഷമാണ്? 11ാം വർഷം. നുബുവത്തിൻ്റെ 11ാം വർഷമാണ്. നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27 മേറാജ് രാവിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിസ്കാരങ്ങളുടെ രൂപവും സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ചോദ്യം വരാം, ആരാണ് നിസ്കാരത്തിൻ്റെ സമയവും രൂപവും ഒക്കെ കാണിച്ചു കൊടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അടുത്തെന്താണ്? ഈ വസ്ത്രം ധരിക്കുന്നത് നല്ല സംസ്കാരമല്ല. ഏത് വസ്ത്രമാണ്? ഇവിടെ ഇറുകിയ വസ്ത്രം. ഇറുകിയ വസ്ത്രം എന്നതാണ് ശരിയിടയപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? അദാനും ഇഖാമത്തും സ്വപ്നത്തിൽ കണ്ട സഹാബി ആരായിരുന്നു? സ്വപ്നത്തിൽ കണ്ടത് അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് പെട്ടെന്ന് ടിക്ക് ചെയ്ത് പോകരുത്, മനസ്സിലാക്കുക. അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് അദാനും ഇഖാമത്തും സ്വപ്നത്തിൽ കണ്ട സഹാബി. ബിലാൽ റളിയല്ലാഹു അൻഹു എന്താണ്? ആദ്യമായി അദാൻ വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ വാചകങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കൂ, അദ്ദേഹം അദാൻ നിർവഹിക്കട്ടെ, അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. എന്താണ്? നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. നിസ്കാരത്തിൻ്റെ ഫർളിൽ പെട്ടതാണ് എന്ത്? നിസ്കാരത്തിൻ്റെ ഫർളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓർഡറിൽ പറയാം. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് ഫാത്തിഹ ഓതലാണ്. ഫാത്തിഹ ഓതലാണ് നിസ്കാരത്തിൻ്റെ ഫർളിൽ പെട്ടത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ നമ്മൾ 14 ഓർഡറിൽ നമ്പർ ഇട്ട് പഠിച്ചിട്ടുണ്ട്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാമ്, ഫാത്തിഹ, റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം, തുമഅനീനത്ത്, അവസാനത്തെ അത്തഹിയാത്ത്, സ്വലാത്ത്, സ്വലാത്തിനും സലാമിനും വേണ്ടിയുള്ള ഇരുത്തം, സലാം ചെല്ലൽ, തർത്തീബ്, ഇങ്ങനെ 14 നിസ്കാരത്തിൻ്റെ ഫർളുകൾ. അപ്പോൾ അത് ഫാത്തിഹ ഓതലാണ് നമ്മളിവിടെ ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ മറ്റു ഓപ്ഷൻ ഏതെങ്കിലും വരും. അവസാനത്തെ അത്തഹിയാത്താണ്. ആദ്യത്തെ അത്തഹിയാത്ത് നിസ്കാരത്തിൻ്റെ ഫർളിൽ പെട്ടതല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? റമദാനിലെ ആദ്യ 10 നാളുകൾ. റമദാനിലെ ആദ്യ 10 നാളുകൾ എന്താണ്? ആദ്യത്തെ 10 നാളുകൾ റഹ്മത്തിൻ്റേതാണ്. ആദ്യത്തെ 10 നാളുകൾ റഹ്മത്തിൻ്റെ നാളുകളാണ്. നടുവിലെ 10 നാളുകൾ പാപമോചനത്തിൻ്റേതും അവസാനത്തെ 10 നാളുകൾ നരകമോചനത്തിൻ്റേതുമാണ്. അപ്പോൾ റഹ്മത്തിൻ്റേതാണ് ആദ്യത്തെ 10 നാളുകൾ. അടുത്തെന്താണ്? സ്വർഗത്തിലെ റയ്യാൻ എന്ന പ്രത്യേക കവാടം ആർക്കുള്ളതാണ്? നോമ്പുകാർക്കുള്ളതാണ്. റയ്യാൻ എന്ന കവാടം നോമ്പുകാർക്കുള്ളതാണ്. നോമ്പുകാർക്കുള്ള സ്വർഗത്തിലെ പ്രത്യേക കവാടമാണ് റയ്യാൻ. അടുത്തെന്താണ്? ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം. എവിടേക്കാണ് ഇടത് കാൽ വെച്ച് പ്രവേശിക്കേണ്ടത്? നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ വലത് കാലാണ്. വീട്ടിലേക്ക്, മദ്രസയിലേക്കൊക്കെ വലത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ടോയ്ലറ്റിലേക്ക്, ചീത്ത സ്ഥലങ്ങളിലേക്ക്, ടോയ്ലറ്റ്
അങ്ങാടി എന്നൊക്കെ ഇടതുകാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. അടുത്തെന്താണ്? ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. ആർക്കാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്ത്? സ്ത്രീയുടേതാണ്. സ്ത്രീക്കാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് എന്താണ്? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. പുരുഷൻ്റെ ഔറത്ത് എന്താണ്? മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? സൂര്യൻ അസ്തമിച്ചാൽ സമയം ആരംഭിക്കും. ഏത് നിസ്കാരത്തിൻ്റെ സമയമാണ് സൂര്യൻ അസ്തമിച്ചാൽ ആരംഭിക്കുന്നത്? മഗ്‌രിബാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയം പഠിച്ചിരുന്നു. സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബ്. ഉച്ച തിരിഞ്ഞത് മുതലാണ് ളുഹറിൻ്റെ സമയം. അത് അസർ വരെയാണ്. ഉച്ച തിരിഞ്ഞത് മുതൽ അസർ വരെ ളുഹറിൻ്റെ സമയം. അസറ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായത് മുതൽ മഗ്‌രിബ് വരെ. മഗ്‌രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇഷാ വരെ. ഇഷാ അസ്തമന ശോഭ, അതായത് മേഘത്തിലെ കടും ചുവപ്പ്. അസ്തമന ശോഭ എന്ന് പറഞ്ഞാൽ മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ സുബ്ഹി വരെയാണ് ഇഷായിൻ്റെ സമയം. സുബ്ഹ് ഫജ്ർ സ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യോദയം വരെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തെന്താണ്? അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ അവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത്. സംസാരിച്ചാൽ അവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതെന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എന്താ വന്നത്? വിസർജനം കഴിഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിക്കണം, ശൗചം ചെയ്യണം. വിസർജനം കഴിഞ്ഞാൽ ശൗചം ചെയ്യണം, ശുദ്ധീകരണം. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതാം. എല്ലാ സമയത്തും ഔറത്ത് മറക്കണം. എല്ലാ സമയത്തും ഔറത്ത് മറക്കണം. അപ്പം അതിൻ്റെ സി എഴുതാം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. അപ്പം അതിൻ്റെ എ എഴുതാം. അദാൻ ഇക്കാമത്ത് കേട്ടാൽ ഇജാബത്ത് ചെയ്യണം. എന്താണ് ഇജാബത്ത്? അദാൻ വിളിക്കുന്നവർ ഓരോ വാചകങ്ങൾ പറഞ്ഞു തീരുന്നതിന് ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത്. അദാൻ വിളിക്കുന്നവർ ഓരോ വാചകങ്ങൾ പറഞ്ഞു തീരുന്നതിന് ശേഷം അതുപോലെ പറയലാണ് ഇജാബത്ത്. മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് പൂരിപ്പിക്കാനാണ്. എന്താണ്? ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ ഡാഷ് അദാ വഅഫാനി. എന്താണ്? മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക. ശേഷം ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന ദിക്ർ ചൊല്ലണം. അപ്പോൾ അതാണ് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. ഇവിടെ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കാം. ഇതുപോലെ ശുചിമുറിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ദിക്ർ ചൊല്ലണം. ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. പിന്നെ ശൗചം ചെയ്തതിന് ശേഷം അല്ലാഹുമ്മ തഹിർ കൽബി മിനൻ നിഫാക്കി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് ചൊല്ലണം. അപ്പോൾ അതൊക്കെ അതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കി പഠിക്കാം. അടുത്ത എന്താണ്? അക്കാമല്ലാഹു വാദാമഹ വജാൽനി മിൻ ഡാഷ്. അദാനും ഇക്കാമത്തും കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൽ ഇക്കാമത്തിലെ കദ്കാമത്തി സ്വല എന്ന് കേട്ടാൽ നമ്മൾ ഇജാബത്ത് ചെയ്യുന്നതാണ് എന്ത്? അക്കാമല്ലാഹു അദാമഹ വജാൽനി മിൻ സോലിഹി അഹ്ലിഹ എന്ന്. അപ്പോൾ അതാണ് ഇവിടെ വിട്ട ഭാഗം തന്നത്. വജാൽനി മിൻ സോലിഹി അഹ്ലിഹ അതാണ് ഇവിടെ വിട്ടത്. മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ പിന്നെന്താണ്? ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് എന്ന് കേട്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലണം. അപ്പോൾ അതും ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ചോദ്യമായിട്ടോ വരാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് കേട്ടാൽ എന്ത് ചൊല്ലണം? ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് കേട്ടാൽ എന്താണ് ഇജാബത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദ്യം വന്നാൽ എഴുതണം. അതുപോലെ സുബ്ഹി ബാങ്കിലെ അസ്സലാത്തു ഹൈറും മിനന്നൗം എന്ന് കേട്ടാൽ സദഖത വബരിർത്ത
സദഖത്ത വബരിർത്ത എന്നാണ് ഇജാബത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി അടുത്ത എന്താണ്? സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം ഡാഷ് മുതൽ സൂര്യോദയം വരെയാണ്. ഏത് മുതലാണ്? ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യോദയം വരെയാണ്. ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യോദയം വരെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഫജ്ർ സ്വാദിഖ് മുതൽ എന്ന് ഇവിടെ എഴുതി കൊടുക്കാം. അടുത്ത എന്താണ്? വർസുഖ്ന ഡാഷ് യൗമുൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. അദാനിന് ശേഷമുള്ള ദുആ. അതാണ് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. അപ്പോൾ അദാനിന് ശേഷമുള്ള ദുആ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആർക്കാണ്? അദാനിന് ശേഷമുള്ള ദുആ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? വർസുഖ്ന ഷഫാഅത്തഹു യൗമുൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. അപ്പം അത് ദുആ ഫുള്ളായിട്ട് പഠിക്കാം. ഇതുപോലെ ഫസ്റ്റ് നിന്ന് വരാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ഡാഷ് താമത്തി വസ്സലാത്തിൽ കായിമ. അപ്പോൾ നമുക്കവിടെ ദഅവത്തി താമത്തി എന്ന് എഴുതാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് പഠിക്കാം. നമുക്ക് ഖുർആൻ ഹിഫ്ള് എക്സാമിനും അദാനിൻ്റെ ശേഷമുള്ള ദുആ പറഞ്ഞു കൊടുക്കാൻ ചോദിച്ചാൽ മുഴുവനായിട്ട് പറയാൻ കഴിയണം. അടുത്തത് എന്താണ്? അല്ലാഹുമ്മ തഹിർ കൽബി ഡാഷ് വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുമ്മ തഹിർ കൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നത് ശൗചം കഴിഞ്ഞതിന് ശേഷം ചെല്ലാനുള്ളത്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അന്ത്യനാളിൽ ഉന്നത ശീർഷരാകും ആര്? ആരാണ് ഉന്നത ശീർഷരാകുന്നത്? മുഅദ്ദിനുകൾ. മുഅദ്ദിൻ നമ്മൾ അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ആ പാഠത്തിൽ 4ാമത്തെ പാഠത്ത് പഠിക്കുന്നുണ്ട്. അവസാനം ഒരു ബോക്സ് അൽ മുഅദ്ദിനൂന അത്വലുന്നാസി ഐനാക യൗമൽ ഖിയാമ. എന്താണ്? അന്ത്യനാളിൽ മുഅദ്ദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. അതായത് ബാങ്ക് വിളിച്ചവർ, അദാൻ നിർവഹിച്ചവർ. നമ്മൾ നിസ്കാരങ്ങൾക്ക് പള്ളിയിൽ നിന്ന് അദാൻ നിർവഹിക്കുന്നുണ്ടല്ലോ, അത് നിർവഹിച്ചവർ അവരാണ് മുഅദ്ദിൻ എന്ന് പറയുന്നത്. അവർ അന്ത്യനാളിൽ അവരുടെ പിരടികൾ ഉയർന്ന നിലയിലായിരിക്കും. ഉന്നത ശീർഷർ എന്ന് പറയുന്നത്, ശീർഷം എന്ന് പറഞ്ഞാൽ തല. അപ്പോൾ തല ഉയർന്നവരായിരിക്കും, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമായിരിക്കുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കുക. അദാൻ വിളിച്ചവർ ഉന്നത ശീർഷരായിരിക്കും എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാരാണെന്ന് വെച്ചാൽ മുഅദ്ദിനാണ്. മുഅദ്ദിൻ അദാൻ വിളിച്ചവർ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? വൈകുന്നേരം സുമാർ 3:30 മണിക്കും 6 മണിക്കും ഇടയിലുള്ള നിസ്കാരം. ഇത് 3:30 മണിക്കും 6:30 മണിക്കും ഇടയിലുള്ള നിസ്കാരമാണ് അസർ നിസ്കാരം. വൈകുന്നേരമുള്ള നിസ്കാരം അസർ നിസ്കാരമാണ്. അപ്പോൾ നമുക്ക് അത് അസർ എന്ന് എഴുതാം. അടുത്ത പുരുഷന്മാർക്ക് ഏത് വസ്ത്രമാണ് ഉത്തമം? ഖുദൂ സീനത്തുക്കും എന്ന പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർക്ക് വെള്ള വസ്ത്രമാണ് ഉത്തമം. പുരുഷന്മാർക്ക് വെള്ള വസ്ത്രമാണ് ഉത്തമം. അപ്പോൾ വെള്ള വസ്ത്രം എന്ന് എഴുതാം. സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം എവിടെയാണ്? സംസാരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലം ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് ഇടത് കൈകൊണ്ട് ശൗചം ചെയ്യണം. വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യണം? നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പോലുള്ള ഇതുകൊണ്ട് 3 തവണ നിബന്ധന പാലിച്ച് ശൗചം ചെയ്യണം. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? റമദാൻ മാസത്തിലെ ഒരു പ്രത്യേക രാവ്. റമദാൻ മാസത്തിലെ ഒരു പ്രത്യേക രാവാണ് ലൈലത്തുൽ ഖദറുള്ള രാവ്. ലൈലത്തുൽ ഖദറുള്ള ഒരു മാസമാണ്. അപ്പോൾ അത് ഏതാ രാവ് എന്ന് വെച്ചാൽ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ. അപ്പം അത് പേര് എഴുതാം, ലൈലത്തുൽ ഖദർ എന്ന്. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ കിബിലക്ക് മുന്നിടണം? എങ്ങനെ? നമ്മൾ 5ാമത്തെ പാഠത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ അവരുടെ നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം. നെഞ്ചുകൊണ്ട് നമ്മൾ നെഞ്ഞ് കിബിലയിലേക്ക് മുന്നിടിക്കണം.
ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവുമാണ് കിബിലയിലേക്ക് മുന്നിലേക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലക്ക് മുന്നിടണം. നിന്നും ഇരുന്ന് നിസ്കരിക്കുന്നവരാണ് നെഞ്ഞുകൊണ്ട്, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലക്ക് നേരാക്കണം. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവരാണെങ്കിലോ മുഖവും ഉള്ളംകാലുകളും, നമ്മുടെ കാലിൻ്റെ അടി ഉള്ളംകാലുകളും കിബിലക്ക് നേരെ മുന്നിടണം. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് കിബിലക്ക് മുന്നിടേണ്ടതില്ല. എന്നാൽ ഫർള് നിസ്കാരങ്ങൾക്ക് കിബില ഒഴിവാക്കാൻ പാടില്ല. അതൊക്കെ മനസ്സിലാക്കാം. അടുത്തെന്താണ്? വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? നജസ് വൃത്തിയാവുന്ന രീതിയിൽ കല്ലി, ടിഷ്യൂ പേപ്പർ മുതലായവ കൊണ്ട് നിബന്ധനകൾ പാലിച്ച് ശൗചം ചെയ്യണം. അതാണ് വെള്ളമില്ലെങ്കിൽ ശൗചം ചെയ്യേണ്ടത്. അടുത്തത് എന്താണ് നിസ്കാരത്തിലെ തുമഅനീനത്ത്? തുമഅനീനത്ത് എന്താണ്? 6ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? ഓരോ റുക്കിനിലേക്കുമുള്ള വരവ് പോക്ക് വേർതിരിക്കുന്ന വിധം നിശ്ചലമാകുന്നതിനാണ് തുമഅനീനത്ത് എന്ന് പറയുന്നത്. റുകൂഅ്, സുജൂദ് പോലുള്ള ഓരോ റുക്കിനുകൾ അതിലേക്കുള്ള വരവ് പോക്കുകൾ വേർതിരിക്കും വിധം അതിൻ്റെയൊക്കെ ഇടയിൽ നിശ്ചലമാകുന്നതിനാണ് തുമഅനീനത്ത് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കുക, ഒരു റുക്കിനിലേക്കുള്ള വരവ് പോക്കും വേർതിരിയുന്ന വിധം നിശ്ചലമാക്കുന്നതിന് തുമഅനീനത്ത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ പാഠത്തിൽ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നുണ്ട്. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14. അപ്പോൾ അതിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി 2 കൈയും ചുമലിന് നേരെ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ കൈ കെട്ടലാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. പാഠബുക്കിലില്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കിയാമ് എന്ന് പറഞ്ഞാൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കലാണ്. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ മനസ്സിലാക്കുക. പിന്നെന്താണ്? റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് എഴുതാനാണ്. റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് എന്താണ്? റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് നവൈതു സൗമ അദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. നവൈതു സൗമ അദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. അപ്പോൾ അത് പഠിക്കുക. അതായത് എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞ് പഠിക്കുക, തെറ്റില്ലാതെ എഴുതി പഠിക്കുക. ഇനി എന്താണ്? 5 വരി കുറയാതെ എഴുതണം. പരിശുദ്ധ കഅബ. പരിശുദ്ധ കഅബയെ കുറിച്ചിട്ടാണ് 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം നമുക്ക്? നമ്മൾ എത്രാമത്തെ പാഠത്തിലാണ് കഅബയെക്കുറിച്ച് പറഞ്ഞത്? 5ാമത്തെ പാഠത്തിലാണ്. പരിശുദ്ധ കഅബയെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് പരിശുദ്ധ കഅബ. ആദം നബി അലൈഹി ഇസ്ലാമിന് 7000 വർഷം മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. കഅബ കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട്. കഅബയാണ് നമ്മുടെ കിബില. കിബിലക്കു നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള പ്രളയത്തിൽ കഅബ തകർന്നിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കഅബ പുതുക്കി പണിതു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന് അവർ ദുആ ചെയ്തു. മലക്കുകളാണ് ആദ്യം കഅബ നിർമ്മിച്ചത്. അപ്പോൾ അതൊക്കെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കഅബയെക്കുറിച്ച് എഴുതാം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 7000 വർഷം മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ടിക്ക് ദ ഓപ്ഷനൊക്കെ ആയിട്ടുള്ള ചോദ്യമായിട്ട് വരും. എത്ര വർഷം മുമ്പാണ് മലക്കുകൾ തവാഫ് ചെയ്തത്? 7000 വർഷം മുമ്പാണ്. നിസ്കാരത്തിൻ്റെ എത്രാമത്തെ ഷർത്താണ് കിബിലക്ക് മുന്നിടൽ? 5ാമത്തെ ഷർത്താണ്. അതുപോലെ റമളാൻ നോമ്പിനെ കുറിച്ചിട്ട് ഇതുപോലെ 5 വരെ കുറയാതെ എഴുതാൻ വരാം. അപ്പോൾ നമുക്ക് ബാബു റയ്യാൻ എന്ന പാഠത്തിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ റമളാനിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അനുഗ്രഹീത മാസം, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറുള്ള ഒരു മാസം. ഈ മാസത്തിൽ ഒരു ഫർള് ചെയ്താൽ മറ്റു മാസങ്ങളിലെ 70 ഫർളിന്
തുല്യമാണ്. ഈ മാസം ഒരു ഫർള് ചെയ്താൽ 70 ഫർളിനാണ്, മനസ്സിലാക്കുക. പിന്നെന്താണ്? ക്ഷമയുടെയും പരസ്പര സഹായത്തിൻ്റെയും മാസമാണത്. ഖുർആൻ അവതരിച്ച ഈ മാസം, അതിൽ ആദ്യത്തെ 10 റഹ്മത്തിൻ്റേത്, നടുവിലെ 10 പാപമോചനത്തിൻ്റേത്, അവസാനത്തെ 10 നരകമോചനത്തിൻ്റേതാണ്. റമളാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കും, നരക കവാടങ്ങൾ അടയ്ക്കും, പിശാചുക്കൾ ബന്ധനസ്ഥരാകും. വിശ്വാസത്തോടെയും അല്ലാഹു തആലയുടെ പൊരുത്തം കാംക്ഷിച്ച് നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അതൊക്കെ റമളാനിനെ കുറിച്ചിട്ട് എഴുതുക. പിന്നെ അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, കഫം ഇറക്കുക, പിന്നെ ചെവി, മൂക്ക് തുടങ്ങിയ ദ്വാരങ്ങളിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് മുറിയും. അതുകൊണ്ട് കുളിക്കുമ്പോൾ, വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി പിഴുമ്പോഴൊക്കെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കാതെ സൂക്ഷിക്കണം. നോമ്പ് രക്ഷാകവചമാണ്. നോമ്പ് രക്ഷാകവചമാണ്. അസ്സൗമു ജുന്ന, അസ്സൗമു ജുന്ന. ഒരാളെ വീടിനടുത്തുള്ള നിറഞ്ഞൊഴുകുന്ന പുഴയിൽ 5 തവണ കുളിക്കുന്നു. അയാളുടെ ശരീരത്തിലെ അഴുക്കുകളൊന്നും ശേഷിക്കാത്തതുപോലെ 5 നേരവും നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അദാൻ വിളിച്ചവൻ ആരെല്ലാം സാക്ഷി നിൽക്കും? അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും അന്ത്യനാളിൽ അത് വിളിച്ചവന് സാക്ഷി നിൽക്കും. അദാൻ വിളിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ഓത്തും പഠനവും മറ്റുള്ള എല്ലാ സംസാരങ്ങളും നിർത്തണം. അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഫ്ളലുൽ അഅ്മാൽ, അതിനെക്കുറിച്ച് ഇതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വരും. അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സമയമായ ഉടനെ നിസ്കരിക്കലാണ്. അദാനിന് സമയമായാൽ എല്ലാ ജോലികളും മാറ്റിവെച്ച് നിസ്കാരത്തിനൊരുങ്ങണം. ഓരോ നിസ്കാരത്തിൻ്റെയും സമയവും നമ്മൾ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം 5 നേരത്തെ നിസ്കാരത്തിൻ്റെ സമയം അതൊക്കെ ചേർത്ത് അഫ്ളലുൽ അഅ്മാൽ എന്നതിനെ കുറിച്ച് എഴുതാം. നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിരിക്കൽ എന്താണ്? കുറ്റകരമാണ്. അശ്രദ്ധ മൂലം നിസ്കാരം ബന്ധിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആർക്കാണ്? അശ്രദ്ധ മൂലം നിസ്കാരം ബന്ധിക്കുന്നവർക്ക്. അഫ്ളലുൽ അഅ്മാലി സ്വലാത്ത് ലിഅവ്വലി വക്തിഹ, കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് നിസ്കാര സമയം ആയ ഉടനെ നിർവഹിക്കലാണ്. അതുപോലെ ഹുദൂ സീനത്തുക്കും ഇന്ദ കുല്ലി മസ്ജിദ്, നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഉത്തമം. അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക എന്ന്. എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്? ശരീരത്തിൻ്റെ അകാരമോ വർണ്ണമോ കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇറുകിയതോ ചില ഭാഗങ്ങളിൽ ദോരങ്ങളുള്ളതോ ആയ പാൻസ് ധരിക്കുന്നതും നല്ല സംസ്കാരമല്ല. അല്ലാഹു തആലയും ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണമാണത്. സ്ത്രീ പുരുഷൻ്റെ വേഷം ധരിക്കലും പുരുഷൻ സ്ത്രീകളുടെ വേഷം ധരിക്കലും പാടില്ല. അങ്ങനെ ചെയ്യുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ഖബർ ശിക്ഷയെക്കുറിച്ചിട്ട് എന്താണ്? അക്സറുൽ അദാബൽ ഖബർ മിനൽ ബൗലി, ഖബർ ശിക്ഷയിൽ അധികവും മൂത്രശുചീകരണം ശരിയാവാത്തത് കാരണമാണ്. അതിനാൽ വിസർജനം കഴിഞ്ഞാൽ ശരിയായി ശുദ്ധീകരിക്കണം. അദബുകൾ പാലിച്ച്
ശുചിമുറിയിൽ പോകണം. എന്തൊക്കെയാണ് അതബുകളെ? അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേര്, ഖുർആൻ പോലുള്ള എഴുതപ്പെട്ട വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ദിക്റുകൾ ചൊല്ലുക. ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് ഇടത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. കയറുമ്പോൾ ഇടത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. പുറത്തിറങ്ങുമ്പോൾ വലത് കാൽ വെച്ചാണ് പുറത്തിറങ്ങേണ്ടത്. അതൊക്കെ എഴുതി ശൗചം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇതേപോലെ എഴുതാൻ വന്ന ആ പാഠത്തെ മനസ്സിലാക്കി എഴുതാം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ നമ്മൾ റിവിഷനായിട്ട് പറയുന്നത്. ഇതുപോലെ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൻ്റെ കൂടെയൊക്കെ പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തി കാണുക. എന്തെങ്കിലും ലിങ്കുകൾ ആവശ്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. മൊബൈൽ നമ്പർ വരെ പോസ്റ്റ് ചെയ്യുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അല്ലാഹു തആല നന്നായി പഠിച്ച് നല്ല വിജയം കൈവരിക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.